തിപ്പിലി കൃഷിരീതിയാണ് പരിചയപ്പെടുത്തുന്നത്. കേരളത്തിലെ കാലാവസ്ഥയിൽ വളരുന്ന ഔഷധച്ചെടിയാണ് തിപ്പിലി. മേൽമണ്ണും മണലും ചാണകപ്പൊടിയും സമം ചേർത്ത് നിറച്ച പോളിത്തീൻ കൂടുകളിൽ 15 സെന്റിമീറ്റർ നീളമുള്ള തണ്ടുകൾ മുറിച്ചു നട്ട് വേര് പിടിപ്പിച്ച് എടുക്കുന്നതാണ് നടീൽ വസ്തു. നടാൻ പറ്റിയ കാലം ജൂൺ മുതൽ നവംബർ മാസം വരെ ആണ്. നീർവാർച്ചയുള്ള വളക്കൂറുള്ള മണ്ണാണ് കൃഷിക്കുത്തമം. നല്ല വിളവ് ലഭിക്കുന്നതിന് വേനൽക്കാലത്ത് നനച്ചു കൊടുക്കുന്നത് നല്ലതാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 100 മീറ്റർ മുതൽ 1000 മീറ്റർ വരെ ഉയരത്തിൽ തിപ്പിലി കൃഷി ചെയ്യാം. തുറസായ സ്ഥലം കൃഷിക്ക് അനുയോജ്യമല്ല. കൃഷി സ്ഥലത്ത് 25% തണൽ വേണം. നല്ലവണ്ണം പരിപാലിച്ചാൽ തൈകൾ നട്ട് 7-8 മാസം കഴിയുമ്പോഴേക്കും തിരിയിടാൻ തുടങ്ങും. കായ്കൾ പഴുക്കുമ്പോൾ പച്ച നിറം മാറി കറുപ്പ് നിറമായി മാറുന്നു. ഈ സമയത്ത് വിളവെടുപ്പ് നടത്താം. കായ്കൾ സൂര്യപ്രകാശത്തിൽ ഉണങ്ങി ഈർപ്പം കടക്കാത്ത പാത്രങ്ങളിൽ തിപ്പിലി സൂക്ഷിച്ച് വെച്ചാൽ വളരെ നാളുകൾ കേടുകൂടാതെ ഇരിക്കും. തിപ്പിലിച്ചെടിയിൽ നിന്ന് 12 വർഷത്തോളം വിളവ് ലഭിക്കും. വേറെ ഔഷധാവശ്യത്തിന് ഉപയോഗിക്കുന്നു. തിരികളായാണ് കായ്കൾ ഉണ്ടാവുക. ഇത് ഉണക്കിയെടുത്താണ് ഔഷധമായി ഉപയോഗിക്കുന്നത്. 1 ഏക്കറിൽ നിന്ന് 1000 kg ഉണങ്ങിയ തിപ്പിലി ലഭിക്കുന്നതാണ്. ചിലവ് കുറഞ്ഞ ലാഭകരമായ കൃഷിയാണ് തിപ്പിലി കൃഷി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാവുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി.